നമസ്കാരം. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം തുടങ്ങി. കരാറിന്റെ ഭാഗമായി ഹമാസ് 3 ബന്ദികളെ വിട്ടയക്കുകയും പകരം ഇസ്രയേൽ 90 തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തു. 15 മാസം നീണ്ടുനിന്ന യുദ്ധത്തിന് ശേഷം ഇസ്രയേലും ഹമാസും തമ്മിലുണ്ടാക്കിയ വെടിനിർത്തൽ കരാർ ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന പ്രതീക്ഷകൾ നൽകുന്നു. ഹമാസ് ബന്ദികളാക്കിയ 3 സ്ത്രീകളെയാണ് വിട്ടയച്ചത്. എമിലി ദമാരി, റോമി ഗോണൻ, ഡൊറോൺ സ്റ്റെയിൻബ്രച്ചർ എന്നിവരെയാണ് ഹമാസ് വിട്ടയച്ചത്. വിട്ടയക്കപ്പെടുന്ന ബന്ദികൾക്ക് ഭീകരർ സമ്മാനം നൽകുന്ന ദൃശ്യങ്ങളും ഹമാസ് പുറത്തുവിട്ടിരുന്നു. മോചന സർട്ടിഫിക്കറ്റും കുറച്ച് സുവനീറുകളും അടങ്ങിയ ബാഗുകളായിരുന്നു ബന്ദികൾക്ക് സമ്മാനമായി ഭീകരർ കൈമാറിയത്. തടിച്ചുകൂടിയ ജനങ്ങൾക്കിടയിൽ വെച്ച് തോക്കുധാരികളായിട്ടുള്ള ഭീകരർ ഗാസ നഗരത്തിലെ തിരക്കേറിയ സ്ക്വയറിൽ വെച്ചായിരുന്നു ബന്ദികളെ റെഡ് ക്രോസിന് കൈമാറിയത്. 471 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ഹമാസ് ഈ 3 ബന്ദികളെയും മോചിപ്പിച്ചത്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള കരാർ പ്രകാരം ഗാസയിലെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിൻവാങ്ങുകയും കുടിയിറക്കപ്പെട്ട പാലസ്തീനികളെ അവരുടെ വസതികളിലേക്ക് മടങ്ങാൻ അനുവദിക്കുകയും ചെയ്യും. ഇസ്രയേലിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലുതും അതിക്രൂരവുമായിരുന്നു 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണം. ഇതിൽ 1210 പേർ കൊല്ലപ്പെട്ടു. കൂടുതലും സാധാരണക്കാരായിരുന്നു. 251 പേരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തു. ഹമാസ് ബന്ദികളാക്കിയ 251 പേരിൽ 91 പേർ ഇപ്പോഴും ഹമാസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. ഇതിൽ 34 പേർ മരിച്ചതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. US, ഖത്തർ, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ഇസ്രയേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയത്. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുക.